അങ്ങനെ 2 മാസത്തെ ലീവിന് ശേഷം ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണല്ലേ. ഞാൻ ഇന്ന് അച്ഛനെ സ്കൂളിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ എല്ലാ കാര്യം എൻ്റെ അമ്മ എൻ്റെ തലേക്കാണ് ഇട്ടിട്ട് ബുക്കും ബാഗും ഒക്കെ ഇവിടെ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഉമ്മക്ക് സമാധാനം അയക്കണം കേട്ടോ. സ്കൂൾ തുറന്നപ്പോൾ 2 മാസത്തിന്റെ ഉള്ളിൽ വികൃതി കാട്ടി നടക്കുന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ആശ്വസിക്കുന്നത്. അവന്റെ കൈമൽ എന്താ വെച്ചാൽ ഏട്ടനും അനിയനും കൂടി പന്തളിച്ചതാണ്. അതിൽ ഏട്ടൻ ഓന്റെ കൈമക്ക് പന്തിട്ടു. അങ്ങനെ ഓന്റെ കൈ ഒടിഞ്ഞതാണ്. എന്നിട്ടില്ല, എന്തോ ഒരു ചതവ് പോലെ എന്തോ ആയിട്ടാണ് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഓനെയും തൂക്കിങ്ങാണ്ട് നേരെ പോവാണ്. അച്ഛന് വലിയ സന്തോഷമില്ല കേട്ടോ. മുഖം നല്ല ദേഷ്യം പിടിച്ചിരുന്നു. കാരണം ഇനി മുതൽ സ്കൂൾ തുടങ്ങല്ലേ. ഇത്ര ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന് കളിക്കാൻ പോവുക, ഫുഡ് ഒക്കെ കിടന്നുറങ്ങുക തന്നെയാണ് അവന്റെ പണി. ഇനി മുതൽ പഠിക്കുക. 5-ാം ക്ലാസ്ക്കാണ് കേട്ടോ അപ്പൊ ആയിട്ടുള്ളത്. സ്കൂളിലെത്തിയപ്പോ ഞാനാണ് ഓനെ കൊടുന്നതെന്ന് പോലുള്ള കാര്യം ഓൻ മറന്നു കേട്ടോ. ഫ്രണ്ട്സുകളെ കിട്ടിയപ്പോ ഒറ്റ പോക്ക്. പിന്നെ ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ഓനെ ഓർത്തിട്ടില്ല. പിന്നെ അടിക്ക് അസംബ്ലിക്ക് താഴത്തേക്ക് വന്നപ്പോഴാണ് ഇവള് ഇതുവരെ പോയിട്ടില്ലേ എന്നുള്ള രീതിയിലൊരു നോട്ടോ. ഇനിയിപ്പോ അവിടെ അധികം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി കുന്നുമ്മ പോയിട്ട് ഉപ്പിലിട്ട് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. സ്കൂള് തുറന്നോണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് ഇത്ര സന്തോഷം കേട്ടോ. കാരണം ഇനി അനിയന്മാര് പെരിയിൽ കിടന്ന് അടി ഉണ്ടാക്കൂലോ. ഇനി ഞാൻ 2 പേരയ്ക്ക് അമ്പായങ്ങൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിൽ വിട്ടേ.